ഹായ് കുട്ടികളെ, ഇന്ന് പാഠഭാഗത്തിന്റെ തുടർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ പിക്ചേഴ്സ്. ഇവിടെ നോക്കൂ, ഇംഗ്ലണ്ട് ബാറ്റഡ് ഫസ്റ്റ് ഇൻ എ T20 മാച്ച് അഗെയിൻസ്റ്റ് ഇന്ത്യ. ഇന്ത്യയുമായിട്ടുള്ള ഒരു മാച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യം സൂചിപ്പിക്കുന്നത് ടേബിൾ വരച്ചിട്ടാണ്. ഇവിടെ ഓവേഴ്സുകൾ എഴുതിയിട്ടുണ്ട്. 20 ഓവേഴ്സ് 2020 ആണ് അവർ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് 20 ഓവേഴ്സും 20 ഓവേഴ്സിൽ എടുത്തിരിക്കുന്ന റൺസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടേബിൾ വരച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആദ്യം അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നോക്കൂ, ടേബിൾ വരച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ഒരു ഗ്രാഫായിട്ട് വരച്ച് ചേർത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് റൺസ് ആണ്. 0 മുതൽ 21 റൺസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴെയുള്ളത് ഓവേഴ്സ് ആണ്. 1 മുതൽ 20 ഓവേഴ്സ് വരെയാണ് ഉള്ളത്. നമ്മൾ ടേബിൾ വരച്ചിട്ട് നിങ്ങളോട് ഹയസ്റ്റ് സ്കോർ ഏത് ഓവറിലാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ കോളങ്ങളും സെർച്ച് ചെയ്യേണ്ടി വരും. ഇവിടെ 17ാമത്തെ ഓവറിലാണ് 20 റണ്ണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഈ പിക്ചർ നോക്കി ഇവിടെ ഹയസ്റ്റ് സ്കോർ എവിടെയാണെന്ന് വളരെ പെട്ടെന്ന് കാണാം അല്ലേ. ഇവിടെ പച്ച നിറത്തിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് ഹയസ്റ്റ് സ്കോർ നേടിയിരിക്കുന്നത്. 17ാമത്തെ ഓവറാണ്. ടച്ച് ചെയ്യുന്ന ലൈന് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം 20 റണ്ണാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഗ്രാഫും അതേപോലെ തന്നെ ടേബിളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഗ്രാഫിൽ ഹൈലൈറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. തൊട്ട് താഴെയായിട്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് സ്കോറും ഗ്രാഫായിട്ട് വരച്ചു ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ 11ാമത്തെ ഓവറിലാണ് 20 റണ്ണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഹയസ്റ്റ് സ്കോർ. അത് ലോവസ്റ്റ് സ്കോർ എന്ന് പറയുമ്പോൾ ഇവിടെ 1, 2, 3 3 അല്ലെ. 13ാമത്തെ ഓവർ, 14ാമത്തെ ഓവർ, 15ാമത്തെ ഓവർ ലോവസ്റ്റ് റൺ എത്രയാണ്? 3 റണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഗ്രാഫിലൂടെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റെന്തെങ്കിലും ഈ ഗ്രാഫിൽ നിന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇന്ത്യയുടെ ഗ്രാഫ് വരച്ചു ചേർത്തപ്പോൾ 19 ഓവറുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? 20 ഓവറുകൾ ഇന്ത്യ ബാറ്റ് ചെയ്തിട്ടില്ല. 19ാമത്തെ ഓവറിൽ ഇന്ത്യ വിൻ ചെയ്തു. ഈ കാര്യം കൂടെ ഇവിടെ മനസ്സിലാകുന്നുണ്ട്. ഇൻ വിച്ച് ഓവർ വാസ് ദ മോസ്റ്റ് റൺ സ്കോർഡ്? ഏത് ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺ നേടിയിരിക്കുന്നത്? പരിശോധിച്ച കാര്യം തന്നെയാണ്. 11ാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺ നേടിയിരിക്കുന്നത്. ഹൗ മെനി റൺസ് വേർ സ്കോർഡ്? എത്ര റണ്ണാണ് സ്കോർ ചെയ്തത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? മൊത്തം റൺസ് കൂട്ടി നോക്കേണ്ടി വരും. വീണ്ടും ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഇൻ വിച്ച് ഓവർ വാസ് ദ ലീസ്റ്റ് റൺ സ്കോർഡ്? ഏത് ഓവറിലാണ് ഏറ്റവും കുറവ് റൺസ് നേടിയിരിക്കുന്നത്? ഹൗ മെനി റൺസ് വേർ സ്കോർഡ്? എത്ര റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട്? ഹൗ മെനി ഓവേഴ്സ് മോർ ദാൻ 10 റൺസ് സ്കോർ? ഏതൊക്കെ ഓവറുകളിൽ 10 റണ്ണിൽ കൂടുതൽ നേടിയിട്ടുണ്ട്? വിച്ച് ആർ ദോസ് ഓവേഴ്സ്? ഏതൊക്കെയാണ് ആ ഓവറുകൾ? ഇതൊക്കെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, ഏത് ഒക്കെ ഓവറുകളിലാണ് 10 റൺസിൽ കൂടുതൽ നേടിയിരിക്കുന്നത്? ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് 10 റൺസ്. 10ന് മുകളിൽ വരികയാണെങ്കിൽ അതിൽ കൂടുതൽ റൺസ് നേടിയിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ ഓവറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 10 റൺസിൽ കൂടുതൽ നേടിയിട്ടുണ്ട്. പിന്നീട് എത്രയാണ്? 8ാമത്തെ ഓവറിൽ നേടിയിട്ടുണ്ട്. 9ാമത്തെ ഓവറിൽ, 10ാമത്തെ ഓവറിൽ, 11ാമത്തെ ഓവറിൽ നേടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഓവറുകളിലൊക്കെ എത്രയാണ്? 18ാമത്തെ ഓവറിൽ 10 വരെയാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഓവറുകളിലാണ് 10 റൺസിൽ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസുകൾക്കും ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇൻ ഹൗ മെനി ഓവേഴ്സ് വെർ ലെസ് ദാൻ 6 റൺ സ്കോർഡ്? അത് മനസ്സിലാവില്ലേ? 6 റണ്ണിൽ കുറവ് നേടിയിരിക്കുന്നത് ഏതൊക്കെ ഓവറുകളിലാണ്? 6 റൺ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഇതിന് താഴോട്ടുള്ളതാണ് നോക്കേണ്ടത്. ഇത് രണ്ടും എന്താണ്? ഇവിടെ 6 റൺസാണ് നേടിയിരിക്കുന്നത്. അതിൽ കുറവ് നേടിയിരിക്കുന്നത് എത്രയാണ്? ഇവിടെ 5 റണ്ണാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 റൺസാണ്. 17ാമത്തെ ഓവറിലും 4 റൺസാണ് നേടിയിരിക്കുന്നത്. ഒട്ടുമിക്ക പേരും ക്രിക്കറ്റ് കാണുന്നവരായിരിക്കും. ടിവിയിൽ ഇതേപോലെ സ്കോർ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. 2 ബാറ്റിംഗ് സ്കോറുകളും ഒരൊറ്റൊരു ഇമേജ് കൊണ്ട്, ഒറ്റൊരു ഗ്രാഫ് കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. ഏത് ഓവറിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ റൺ എടുത്തിരിക്കുന്നത്? ഏത് ഓവറിലാണ് ഇംഗ്ലണ്ട് ഏറ്റവും കൂടുതൽ റൺ എടുത്തിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഓരോ ഓവറിലും ഇന്ത്യയും ഇംഗ്ലണ്ടും എങ്ങനെയാണ് സ്കോർ ചെയ്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലണ്ട് ആണ്. ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ആദ്യത്തെ ഓവർ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് പച്ചയിൽ നോക്കൂ 13 റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ആണെങ്കിൽ 8 റണ്ണാണ് സ്കോർ ചെയ്തത് അല്ലേ. ഹയസ്റ്റ് സ്കോർ ചെയ്തിരിക്കുന്നത് 11ാമത്തെ ഓവറിലാണ്. ഇന്ത്യ ഹയസ്റ്റ് സ്കോർ ചെയ്തിരിക്കുന്നത് 11ാമത്തെ ഓവറിലാണ്. ഇംഗ്ലണ്ട് 17ാമത്തെ ഓവറിലാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടുണ്ട്.
ക്യാൻ യു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് യൂസിങ് ദ എബോവ് ഗ്രാഫ്? ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത്. ഇൻ വിച്ച് ഓവർ ഡിഡ് ഇന്ത്യ സ്കോർ മോർ റൺസ് ദാൻ ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ റണ്ണ് സ്കോർ ചെയ്ത ഓവർ ഏതാണ്? ഇന്ത്യ 11ാമത്തെ ഓവറാണ്. ഓക്കെ, 11ാമത്തെ ഓവറിൽ സ്കോർ ചെയ്തിരിക്കുന്നത് 20 റൺസാണ്. 11ാമത്തെ ഓവറിൽ മാത്രമാണോ ഇന്ത്യ കൂടുതൽ സ്കോർ ചെയ്തത്? അല്ല. ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാകും എവിടെയൊക്കെ ഗ്രീനിന് മുകളിൽ ഓറഞ്ച് വരുന്നുണ്ടോ അവിടെയൊക്കെ എന്താണ് കൂടുതൽ റൺസ് നേടിയിട്ടുണ്ട്. 3ാമത്തെ ഓവർ, 5ാമത്തെ ഓവർ, 6ാമത്തെ ഓവർ, 8, 9, 10, 19 ഈ ഓവറുകളിലൊക്കെ ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ ഇന്ത്യ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇൻ വിച്ച് ഓവർ ഡിഡ് ബോത്ത് ടീം സ്കോർ ദ സെയിം നമ്പർ ഓഫ് റൺസ്? 2ാമത്തെ ഓവർ 9 റണ്ണാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. വീണ്ടും നോക്കിയാൽ മനസ്സിലാകും 7ാമത്തെ ഓവറിൽ 6 റണ്ണാണ് രണ്ടുപേരും സ്കോർ ചെയ്തിരിക്കുന്നത്. പിന്നീട് 12ാമത്തെ ഓവറിലാണ് എത്ര റണ്ണാണ്? 5 റണ്ണാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. പിന്നീട് 14ാമത്തെ ഓവറിലും 15ാമത്തെ ഓവറിലും ഒരേ റണ്ണാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. 3 റൺസ് വീതമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഇതൊരു ടേബിൾ ആയിരുന്നെങ്കിൽ ഓരോ റൺസും നോക്കി കണ്ടുപിടിക്കേണ്ടി വന്നേനെ. ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ടീം സ്കോർ മോർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് 10 ഓവർ? ആദ്യത്തെ 10 ഓവറിൽ ഏത് ടീമാണ് കൂടുതൽ റൺ നേടിയത്? ഇത് കാണാൻ വേണ്ടി 10 ഓവറിൽ ഓരോ ടീംസും നേടിയിരിക്കുന്ന റൺസുകൾ കൂട്ടി നോക്കേണ്ടി വരും. 10 ഓവർ എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 10 ഓവർ വരുന്നത്. നേടിയിരിക്കുന്ന സ്കോറുകൾ ഇവിടെയുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഓരോ ഓവറിലും നേടിയിരിക്കുന്ന സ്കോറുകൾ ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും സെപ്പറേറ്റ് എഴുതി കുട്ടികൾ കൂട്ടി നോക്കുക. അപ്പോൾ ആരാണ് കൂടുതൽ സ്കോർ ചെയ്തതെന്ന് മനസ്സിലാകും. ഇതോടുകൂടി ഈ പാഠഭാഗം ഇവിടെ തീരുകയാണ്. പിന്നീട് വരുന്നത് പ്രവൃത്തി പരിചയമാണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം അടുത്ത വീഡിയോയിൽ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.